ഇസ്ലാമിൽ വളരെ പ്രാധാന്യപൂർവ്വം പരിഗണിച്ച ഒരു സബ്ജക്റ്റാണ് കുടുംബം എന്ന് പറയുന്നത്. ഇപ്പോൾ കുടുംബത്തെ വിശുദ്ധ ഖുർആൻ ആയത്ത് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ആയത്ത് എന്ന് വിശേഷിപ്പിക്കുക മാത്രമല്ല, ആ പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങൾ പറയുന്നിടത്താണ് വമിൻ ആയാത്തിഹി എന്ന് പറഞ്ഞിട്ട് കുടുംബജീവിതത്തെ പറയുന്നത്. ഇപ്പോൾ സൂര്യൻ, രാപ്പകലുകൾ, മഴ. അപ്പോൾ അത്രയും പ്രാപഞ്ചിക സംവിധാനത്തിൽ ഈ സംവിധാനങ്ങൾക്കൊക്കെ എത്ര റോളുണ്ടോ, എത്ര അനിവാര്യമാണോ അത്ര അനിവാര്യമാണ് മനുഷ്യ നാഗരികതയിൽ കുടുംബം എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു തലം. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് മനുഷ്യനൊരു ഇമോഷണലായ ഒരു ജീവിയാണ്. അതുകൊണ്ട് തന്നെ ഡിപ്പെൻഡബിൾ ആയിട്ടാണ് മനുഷ്യന് എപ്പോഴും ജീവിക്കാൻ കഴിയണം. അതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ഉരുൾപൊട്ടൽ സന്ദർഭത്തിൽ, വയനാട് ഉരുൾപൊട്ടുന്ന സന്ദർഭത്തിൽ ഗൾഫിലേക്ക് പോകുന്ന ഒരാളുടെ റീലുണ്ട്. അപ്പോൾ അതിങ്ങനെ അദ്ദേഹം യാത്ര അയക്കുന്നു, കുട്ടികൾ ആലിംഗനം ചെയ്യുന്നു, ഭാര്യയുണ്ട്, അതുപോലെ ഉപ്പുണ്ട്, ഉമ്മുണ്ട്, മറ്റു ബന്ധുക്കളൊക്കെ ഉണ്ട്. പക്ഷെ അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ ഒരാളുമില്ല, ആ റീലിലുള്ള ഒരാളും അവശേഷിക്കണില്ല. അപ്പോൾ അദ്ദേഹം വളരെ ഇമോഷണലായിട്ടാണ് അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ കയറിക്കിടക്കാനൊരു വീടില്ലാത്ത, ആശ്വസിപ്പിക്കാൻ വാക്കുകളില്ലാത്ത, അതുപോലെ തന്നെ ചേർത്ത് പിടിക്കാൻ ബന്ധങ്ങൾ നഷ്ടപ്പെടുമ്പോഴാണ് ഇതിൻ്റെ ഒരു പ്രാധാന്യം. കാരണം മനുഷ്യനൊരു ആർട്ടിഫിഷ്യലായ ഒരു സാധനമല്ലല്ലോ, ഇമോഷണലായ ഒരു സാധനം. അതുകൊണ്ട് തന്നെ കുടുംബം ഒരു ദൈവിക സ്ഥാപനമാണ്. മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്ന് ജഗന്യന്താവ് നിശ്ചയിച്ചതിൽ പ്രധാനപ്പെട്ടൊരു പാർട്ടാണ് മനുഷ്യജീവിതത്തിൽ കുടുംബം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കുടുംബബന്ധം വിച്ഛേദിച്ചവൻ്റെ പ്രാർത്ഥന അറഫയിലെത്തിയാലും അള്ളാഹു സ്വീകരിക്കില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. പക്ഷേ സമീപകാലത്ത് നമ്മളെടുത്ത് നോക്കുമ്പോൾ ഈ സ്ഥാപനത്തെ തകർക്കാനോ അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിൻ്റെ ഒരു സൗന്ദര്യം ഉൾക്കൊള്ളാനോ സാധിക്കാതെ അല്പം ഭയത്തോടു കൂടി ആളുകൾ ഇതിനെ സമീപിക്കുന്നു, അല്ലെങ്കിൽ അതിനെ ചോദ്യം ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്പിരിറ്റിനെ പരിക്കേൽപ്പിക്കുന്ന ആശയങ്ങളും ചിന്താഗതികളും നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. ഈ ഷിഹാബ് സാഹിബ് പറഞ്ഞ ഈ ആയത്തിനെ കുറിച്ച് എപ്പോഴും ആലോചിക്കുമ്പോൾ തോന്നിയിട്ടുള്ള ഒരു കാര്യമുണ്ട്, ഒമിൻ ആയാത്തിഹി. ശരിക്ക് മനുഷ്യനൊരു പ്രായത്തുമ്പോൾ കല്യാണം കഴിക്കുന്നു, കുട്ടികളുണ്ടാവുന്നു എന്നുള്ളത് വളരെ നോർമലായി നടക്കുന്ന ഒരു കാര്യമാണല്ലോ. പിന്നെ എന്തുകൊണ്ടാവും ഒമിൻ ആയാത്തിഹി എന്ന് പറഞ്ഞ അത്ര വലിയ ദൃഷ്ടാന്തമായി പറഞ്ഞത് എന്ന് ആലോചിക്കുമ്പോൾ പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യം വളരെ അത്ഭുതകരമായൊരു സംഗതിയാണ്. അപ്പോൾ നമ്മൾ കമ്മിറ്റിയിൽ നിന്ന് ചിലപ്പോൾ ആളുകൾ രാജിവെക്കും, പാർട്ടിയിൽ നിന്ന് ആളുകൾ രാജിവെക്കും. നിങ്ങളുടെ കൂടെ ഇനി ബിസിനസ് നടത്താൻ ഞാനില്ല എന്ന് പറയും. ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിലാവും അത് സംഭവിക്കുക. യഥാർത്ഥത്തിൽ കുടുംബത്തെക്കുറിച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ പിരിഞ്ഞു പോവുകയാണെങ്കിൽ ആദ്യം പിരിഞ്ഞു പോകേണ്ട യൂണിറ്റ് എന്ന് പറഞ്ഞാൽ കുടുംബമാണ്. കാരണം അത് മുന്നോട്ട് പോകാനല്ല ശരിക്കും യഥാർത്ഥത്തിൽ ന്യായം കാണുന്നത്, പകരം പിരിയാനാണ്. ഗുബാര എന്ന പേരിൽ നാനാ പടേക്കറിൻ്റെ ഒരു ഷോർട്ട് മൂവി ഉണ്ട്. ശരിക്കും വിവാഹം കഴിച്ച ആളുകളൊക്കെ അത് കാണണമെന്ന് പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട്. കാരണം അഭിപ്രായ വ്യത്യാസം എന്തിനെ പറ്റിയാ ഉണ്ടാവുക? ഫാൻ ഇടണോ വേണ്ടയോ, ജനലടക്കണോ വേണ്ടയോ, കട്ടിലിൻ്റെ ഏത് സൈഡിൽ കിടക്കണം, ഇങ്ങനെ ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങൾ വരെ വലിയ വലിയ പ്രശ്നങ്ങളായി മാറുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ അതുകൊണ്ടായിരിക്കണം പടച്ചവനതൊരു ദൃഷ്ടാന്തമായി പറഞ്ഞത് എന്ന് തോന്നാറുണ്ട്. അപ്പോൾ സാധാരണ ഒന്നിൽ കൂടുതൽ ആളുകളുടെ ഏത് സംഗതിയിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. പക്ഷെ കുടുംബത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങളെ ഒരു വേറൊരു ആംഗിളിലാണ് പലപ്പോഴും കാണുന്നത് എന്നാണ് തോന്നിയിട്ടുള്ളത് ആ വിഷയത്തിൽ. ഷിഹാബ് സാഹിബ് പറഞ്ഞല്ലോ, ഈ മനുഷ്യൻ്റെ ഒരു എമോഷണൽ നീഡ് എന്ന് പറയുന്ന ഒരു സംഗതി, കുടുംബം ഒരു സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെ ഒരു ഇടാവുക. ശരിക്കും ഇസ്ലാം ഈ സമാധാനം സന്തോഷവും കണ്ടെത്തുന്ന ഒരിടം എന്നതോടൊപ്പം എനിക്ക് തോന്നുന്നത് കുടുംബം എന്ന് പറയുന്നതിന് ഈ പറയുന്ന ഇപ്പോൾ ഇസ്ലാം മനുഷ്യ സമൂഹത്തെക്കുറിച്ച് പറയുന്ന ഒരു കാഴ്ചപ്പാട്, മനുഷ്യന് ഈ ലോകത്ത് വലിയൊരു ദൗത്യം ഉണ്ട് എന്നുള്ളതാണല്ലോ. ഒരു സംസ്കാരത്തിൻ്റെയും ഒരു നാഗരികതയുടെയും ഒരു നിർമ്മിതിയിൽ മനുഷ്യന് വലിയൊരു ദൗത്യമുണ്ട്, ഒരു സാമൂഹിക ദൗത്യമുണ്ട്. ശരിക്കും കുടുംബം എന്ന് പറയുന്നത് ആ ദൗത്യത്തിന് കൂടി മനുഷ്യനെ പ്രാപ്തമാക്കുന്ന ഒരു യൂണിറ്റായിട്ടാണ് ഇസ്ലാം കുടുംബത്തെ കാണുന്നത് എന്നുള്ളതാണ്. ഒരു പേഴ്സണൽ നീഡ്, ഒരാൾക്കൊരു സന്തോഷം സമാധാനം ഉണ്ടാവുന്ന ഒരു സംഗതി മാത്രം എന്നതല്ല, മറിച്ച് ഈ പറയുന്ന വലിയൊരു ദൗത്യം നിർവഹിക്കാൻ പ്രാപ്തനാക്കുന്ന മൂല്യങ്ങൾ, സ്വഭാവങ്ങൾ, പരസ്പര സഹവർത്തിത്വം, അങ്ങനെയൊക്കെ തുടങ്ങി മനുഷ്യരിൽ ഉണ്ടാവേണ്ട കുറേ കാര്യങ്ങൾ. ഈ കുടുംബം ഇല്ലാതാവുക അല്ലെങ്കിൽ കുടുംബം തകർക്കപ്പെടുക എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു നാഗരികതയുടെ ഒരു സംസ്കാരത്തിന്റെ ഒരു നിർമ്മിതിയെ കൂടിയാണ്, മനുഷ്യന്റെ സമാധാനം നഷ്ടപ്പെടുക എന്ന് മാത്രമല്ല അങ്ങനെ ഒരു സംഗതി കൂടി അതിലുണ്ടെന്ന് തോന്നുന്നത്. കുടുംബം എന്തുകൊണ്ടാണ് കുടുംബം എന്നൊരു ചോദ്യം, അല്ലെങ്കിൽ എന്തിനാണ് കുടുംബം, ഈ ചോദ്യം ശരിക്കും ഇങ്ങനെ ഇപ്പോൾ കുറച്ചുകൂടി ആളുകൾ വർദ്ധിച്ചു വരുന്നൊരു കാലഘട്ടമാണ്.
എന്തിനാണ് കുടുംബം, അല്ലെങ്കിൽ ആ കുടുംബത്തിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണ്? കുടുംബം നമ്മുടെ ഫ്രീഡം തകർക്കും, വിവാഹം നമ്മുടെ റൈറ്റ്സിനെ, അതുപോലെ നമ്മുടെ ചോയ്സിനെ തകർക്കും. ലൈസൻസ്ഡ് സെക്സിനുള്ള ഒരു സംവിധാനം മാത്രമാണ് കുടുംബം എന്ന് പറയുന്നത്. അതെ എന്നുള്ള ഒരു ചോദ്യങ്ങളുണ്ട്. ഇപ്പം അതേസമയം കുടുംബം നമ്മൾ ശരിക്കും പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ കുടുംബം ഒന്ന് ദുർബലനായൊരു മനുഷ്യന് ഒരു അഭയകേന്ദ്രമാണ് കുടുംബം. നമ്മുടെ നാട്ടിലിപ്പോൾ കോഴിക്കോട് അങ്ങാടിയിലൂടെ ഒരു ഭ്രാന്തനായൊരു മനുഷ്യൻ നടന്നു പോകും. അയാൾ നമുക്കൊരു ഭ്രാന്തനാണ്. അതേസമയം അതൊരാളുടെ ഉപ്പയാണ്, ഉമ്മയാണ്, ഒരാളുടെ അമ്മാവനാണ്, ഒരാളുടെ വല്യുപ്പയാണ്. ഇങ്ങനെയുള്ളൊരു പരിഗണന ആ മനുഷ്യന് ഭൂമിയിൽ കിട്ടുന്നൊരു സംവിധാനം കുടുംബം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഡിസേബിളായ ആളുകൾ, അതുപോലെ മറ്റു രോഗങ്ങളുള്ള ആൾ, ഇങ്ങനെ പല രീതിയിൽ ദുർബലരായ മനുഷ്യരെ ചേർത്ത് പിടിക്കുന്ന ഒരു സംവിധാനമാണ് കുടുംബം എന്ന് പറയുന്നത്. അപ്പോൾ ഇതില്ലാതായാൽ ദുർബലം കൂടുതൽ ദുർബലമാണ്. അതാണ് ഫാദർലെസ് അമേരിക്ക പോലെയുള്ള പുസ്തകങ്ങളൊക്കെ ശരിക്കും പറയുന്നത് കൂടുതൽ ദുർബലമാവുന്നതിൻ്റെ കഥകളാണ്. ഇപ്പോൾ മീ ടു ക്യാമ്പയിൻ യഥാർത്ഥത്തിൽ വരുന്നത് ഇപ്പോൾ ഒരു പുരുഷനും എന്നെ മീ ടു എന്ന് പറയാത്ത എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ ദുർബലം കൂടുതൽ ദുർബലപ്പെടുകയാണ് ചെയ്യുന്നത്. അതേസമയം നമ്മുടെ ക്യാമ്പസുകളിലും അതുപോലെയൊക്കെ ഈ ഇപ്പോൾ പല സർവേകളിലും ആളുകൾ പറയുന്നത് വിവാഹം കഴിക്കാൻ, കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ആളുകൾക്കൊരു ഭയമുള്ളതായി, ഒരു മടി ഉള്ളതായി, മടിയേക്കാൾ കൂടുതൽ ഇതിനോടൊരു ഭയം തോന്നുന്ന രീതിയിലുള്ള സമീപനങ്ങളും സംസാരങ്ങളുമാണ് പലപ്പോഴും പ്രത്യേകിച്ച് ഓൺലൈൻ ചാനലിലൊക്കെ നടത്തുന്ന സർവേയിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും സംഭവിക്കുന്നത് തോന്നുന്നത്? അത് ഇസ്ലാം കാര്യങ്ങൾ കാണുന്ന ഒരു പ്രതലുണ്ട്. അതേസമയം ഈ പറയപ്പെടുന്ന ആളുകൾ സോക്കോൾഡ് ലിബറൽ എന്ന് നമ്മൾ പറയുമല്ലോ, അത് വലിയ ഒരു പദമാണ്, വലിയൊരു സ്പെക്ട്രമാണ്. അതിൽ പറയുന്ന ആളുകൾ കാര്യങ്ങൾ കാണുന്ന ഒരു വിധമുണ്ട്. ഇസ്ലാമിനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ ഇസ്ലാമിനകത്തുനിന്ന് സംസാരിക്കുമ്പോൾ സാധാരണ പറയും അതൊരു പ്രകൃതി മതമാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ഇഞ്ചിലും നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും മനുഷ്യന്റെ നാച്ചുറൽ ആയിട്ടുള്ള എന്ത് ഇൻസ്റ്റിങ്സിനെയും എന്ത് ചെയ്യുന്നുണ്ട്, അത് അഡ്രസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നേരത്തെ ഷുഹൈബ് സാഹിബ് പറഞ്ഞതുപോലെ ഒരു റെസ്പോൺസിബിൾ സിറ്റിസൺ ആവുക. ഈ ഭൂമി എന്ന് പറയുന്ന പടച്ചവൻ മനുഷ്യന് ജീവിക്കാൻ നൽകിയ ഈ ഒരു പ്രപഞ്ചത്തിൽ റെസ്പോൺസിബിൾ സിറ്റിസൺ ആവുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് എൻജോയ്മെന്റും ആവാം. അപ്പം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കുടുംബത്തെ സംബന്ധിച്ച സങ്കല്പം, കുടുംബം ഒരു സ്ത്രീയും പുരുഷനും യോജിക്കുമ്പോഴാണല്ലോ കുടുംബം ഉണ്ടാവുന്നത്. മനുഷ്യനെ വിശക്കുന്നത് പോലെ, ദാഹിക്കുന്നത് പോലെ ഇണചേരുക എന്നുള്ളത് അടിസ്ഥാനപരമായി മനുഷ്യന്റെ ഒരു ആവശ്യമാണ്, ബേസിക് നീഡ്സ്. ആ ശാരീരിക ആവശ്യം അല്ലാതെയും നിർവഹിക്കപ്പെട്ടുകൂടെ? അവിടെയാണ് അതിൻ്റെ ഒരു ആത്മീയ വശം എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ സാധാരണ നിങ്ങൾ ആലോചിച്ച് ഒരു മനുഷ്യൻ്റെ ഭൗതിക ജീവിതത്തിൽ ആലോചിച്ച് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഭൗതിക പ്രവർത്തനമാണ് വിവാഹം, അതുവഴി ഉണ്ടാകുന്ന ലൈംഗിക ബന്ധങ്ങൾ എന്ന് പറയുന്ന ഒരു കാര്യം. പക്ഷെ അതിനെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് സ്വതക്കയാണ് എന്ന് പറയാണ്. നിങ്ങൾ നിർവഹിക്കുന്നത് ദീൻ പൂർത്തീകരിക്കും എന്ന് പറയാണ്. അപ്പൊ അതിൽ ചിലപ്പോൾ എനിക്ക് ചില ഉപമ ഒരു തോന്നാറുണ്ട്. അപ്പൊ സുജൂദിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ടല്ലോ. സുജൂദ് ഫിസിക്കലി എന്താണ്? മനുഷ്യൻ മണ്ണിനോട് ഒട്ടി നിൽക്കുക. അതേസമയം സുജൂദിലാണ് അടിമ ഏറ്റവും കൂടുതൽ അള്ളാഹുവിനോട് ചേർന്ന് എന്ന് പറയുന്നത് പോലെ ഭൗതികാർത്ഥത്തിൽ നോക്കുമ്പോൾ വലിയ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ദീനീപരമായിട്ട് നമ്മൾ കാണുമ്പോൾ, ഇസ്ലാമിൻ്റെ ആംഗിൾ കാണുമ്പോൾ അത് നിങ്ങളുടെ വലിയ ഒരു ആത്മീയ പ്രവർത്തനമായി മാറുന്നു. ഈ ആത്മീയ പ്രവർത്തനം ഇല്ലാതായി കഴിഞ്ഞാൽ എന്നാൽ പിന്നെ എന്തിനാ വിവാഹം കഴിക്കുന്നത്, അതല്ലാതെയും നിർവഹിച്ചുകൂടെ എന്ന ചോദ്യം ഇസ്ലാമിന് പുറത്തുനിന്ന് ചോദിക്കും. പക്ഷെ ഇസ്ലാമിന്റെ ഉള്ളിൽ അതല്ല, പകരം ഇതിന്റെ ഒരു സൗന്ദര്യം, ഇതിന്റെ ഒരു ആശ്വാസം കിട്ടണമെന്ന് ഉദ്ദേശിക്കുന്നത്. പറഞ്ഞല്ലോ ഈ വിവാഹത്തിൽ നിന്ന് അല്ലെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ലാതാവുക. അപ്പം അതിന് അവർ കാണുന്ന ഒരു ന്യായം എന്നുള്ള ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കുക എന്നുള്ളത് ഒരു കാഴ്ചപ്പാടിലേക്ക് പൊതുവെ വരുന്നുണ്ട്. അപ്പോൾ ശരിക്ക് നമ്മൾ ഈ ലിബറൽ ആശയങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഇത് ആളുകളെ സ്വാധീനിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണമായിട്ട് തോന്നിയിട്ടുള്ളത് ഇങ്ങനെ കുറേ ആശയങ്ങൾ കേൾക്കുക എന്നതിലപ്പുറം നമ്മളുടെ ഒരു പ്രാക്ടീസിങ്ങിൻ്റെ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളതാണ്. അതായത് നമ്മളിപ്പോൾ ഇസ്ലാം ഏറ്റവും മനോഹരമായി ഒരു കുടുംബത്തെയും അതുപോലെ തന്നെ സ്ത്രീ പുരുഷ ബന്ധങ്ങളെയും അവരുടെ റെസ്പോൺസിബിലിറ്റിയൊക്കെ ആവിഷ്കരിച്ചിട്ടുണ്ട്, അവരുടെ ഐഡൻറ്റിറ്റിയെയും ഒക്കെ. പക്ഷെ അത് പലപ്പോഴും നമ്മളുടെ പ്രാക്ടീസിങ്ങിൽ വരാത്തതിൻ്റെ ഒരു പ്രശ്നം പ്രധാനമാണ്. ഇപ്പോൾ ഈ ഫിനാൻഷ്യൽ വിഷയത്തിൽ തന്നെ ഒരു പെൺകുട്ടിക്ക് അങ്ങനെ ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആവുക എന്ന് തോന്നേണ്ട ചില ഘടകങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഒന്ന്, ജോലി എടുക്കുന്ന പെണ്ണിനെ വാല്യൂ ഉള്ളൂ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അതിലൊരു പ്രശ്നമാണ്. അതുപോലെ രണ്ടാമത്തൊന്ന്, ഇനിയിപ്പോൾ ഒരു പെണ്ണിന് എന്തെങ്കിലും ആവശ്യം വരികയാണ്, സാമ്പത്തിക ആവശ്യം വരികയാണെങ്കിൽ തൻ്റെ പുരുഷനോട് റിക്വസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരികയാണ്. അതിങ്ങനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി റിക്വസ്റ്റ് ചെയ്യേണ്ട അവസ്ഥകൾ പലപ്പോഴും സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. മൂന്നാമത്തെ ഒരു കാര്യം വരുന്നതെന്ന് വെച്ചാൽ ആളുകൾ കുറച്ചും കൂടി ഒരു സോഷ്യലൈസ് ആവാൻ
ഇത് സഹായിക്കും. ഈ ഇത്തരം ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇതുണ്ടാകുമ്പോൾ കുറച്ചും കൂടി ഒരു സോഷ്യലൈസ് ആവാനുള്ള ഒരു ഇതുണ്ടാവും. മറ്റൊന്ന് സെക്യൂരിറ്റി പ്രോബ്ലമാണ്. സെക്യൂരിറ്റി പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പെൺകുട്ടി സ്വാഭാവികമായിട്ട് ആലോചിക്കും, ഈ വിവാഹബന്ധം മുന്നോട്ട് പോയില്ലെങ്കിൽ എനിക്ക് ഡൈവോഴ്സ് ചെയ്ത് തിരിച്ചു പോകുമ്പോൾ ഒരു ഇടം എന്ന് പറയുന്നത് പ്രധാനം. കാരണം അത് പുരുഷന്റെ വീടാണ്. തിരിച്ചു ചെല്ലുമ്പോൾ അത് അവിടെ സഹോദരങ്ങൾ ഉപ്പ അവര് വിവാഹം കഴിക്കുമ്പോൾ ഡിവോഴ്സിനെ കുറിച്ചാണ്. അപ്പൊ ശരിക്ക് ഈ പ്രശ്നങ്ങള് അഡ്രസ് ചെയ്യാൻ പ്രധാനമാണ്. മയ്യത്ത് കിടത്തുന്നു ആദ്യം തന്നെ ആലോചിക്കാന്ന് ചിലപ്പോൾ ആളുകൾ പറയാറുണ്ട്. ഇതിപ്പോ ഈ 4 പ്രശ്നങ്ങളെ ഇസ്ലാം വളരെ മനോഹരമായിട്ട് അഡ്രസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഒന്ന് വാല്യൂ പ്രധാനമാണല്ലോ. അതായത് ശരിക്കും ഇസ്ലാം കുടുംബ ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങൾ പരസ്പര പൂരകമായിട്ടാണ് കണ്ടത്. അപ്പൊ ആണ് ജോലി ചെയ്യുന്നത് സമ്പാദിക്കുന്നത് എത്രമാത്രം കുടുംബത്തിൽ പ്രധാനമാണോ അതേ പ്രാധാന്യം ഒരു കുടുംബജീവിതത്തിൽ ഒരു സ്ത്രീ നിർവഹിക്കുന്നതിനുണ്ട്. തുല്യ പ്രാധാന്യമാണ്. പക്ഷെ ആ പ്രാധാന്യം നമ്മൾ കൊടുക്കുക, അതിനെ റെസ്പെക്ട് ചെയ്യുക എന്ന് പറയുന്നിടത്ത് ഇത് പ്രധാനമാണ്. രണ്ടാമത്തെ ഈ റിക്വസ്റ്റ് ചെയ്യുന്ന പ്രശ്നം, കാരണം ഖുർആൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞതാണ്, ഒരു സ്ത്രീക്ക് ആവശ്യമുള്ളത് പുരുഷൻ നൽകണം. അത് ബാധ്യതയാണ്, അത് സ്ത്രീയുടെ അവകാശമാണ്. റസൂലിന്റെ അടുത്ത് പരാതിയായി വന്നപ്പോൾ നിനക്ക് ആവശ്യമുള്ള എടുത്തോ എന്ന രീതിയിലൊക്കെ ചില ആളുകളോട് സംസാരിച്ചൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ആ അവകാശം പലപ്പോഴും അങ്ങനെ മനസ്സിലാക്കിയിട്ട് കൊടുക്കാൻ പലപ്പോഴും ഭർത്താക്കന്മാർ തയ്യാറാവാത്ത അവസ്ഥ ഉണ്ട്. മൂന്നാമത്തെ ഈ പറഞ്ഞ ഈ സെക്യൂരിറ്റി പ്രോബ്ലം അതൊരു വിഷയം തന്നെയാണ്. കാരണം ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് പല ആളുകളും വീട് വെക്കുന്നത് ആ പുരുഷന്റെ പൈസ മാത്രം ഉപയോഗിച്ചല്ല. ഇപ്പൊ സ്ത്രീയുടെ സ്വർണവും മറ്റൊക്കെ വിറ്റിട്ട് ആളുകൾ വീടിന് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ വീട് വെച്ചവർ നിർബന്ധമായിട്ടും ആ സ്ത്രീയുടെ പേരിൽ കൂടി ആ വീട് അവർ രണ്ടുപേർ ജോയിന്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യാമല്ലോ. അങ്ങനെ ചെയ്യേണ്ടതാണ്. ഇനിയിപ്പോൾ അങ്ങനെ സ്ത്രീയുടെ പൈസ ഉപയോഗിച്ചിട്ടില്ലെങ്കിലും ഇപ്പോൾ വീട് നിർമ്മിക്കുക എന്നുള്ളൊരു മെറ്റീരിയൽ സഹായം മാത്രം അല്ലല്ലോ അത് ഉദ്ദേശിക്കുന്നത്. ആ വീട് കൊണ്ടു നടക്കുന്നത്, അതിനെ പരിപാലിക്കുന്നത്, അതിനെ വീടാക്കുന്നത്, ഇസ്ലാമിന്റെ കൺസെപ്റ്റ് മസ്കനാക്കുന്നത് മസ്കനാക്കുന്നത് ആ സ്ത്രീയാണ്. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് അവളുടേത് കൂടിയായിട്ട് അത് രജിസ്റ്റർ ചെയ്യുക എന്ന് പറയുന്നതിലേക്കൊക്കെ നമ്മൾ എത്തുമ്പോൾ വീട് എന്താണെന്ന് അറിയണമെങ്കിൽ ഭാര്യ 2 ദിവസം സ്വന്തം വീട്ടിൽ പോയി ആണുങ്ങളുടെ പ്രതികരണം നോക്കിക്കഴിഞ്ഞാൽ അപ്പൊ ഈ പറയുന്ന സെക്യൂരിറ്റി ഇങ്ങനെ അഡ്രസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവർക്ക് ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയി അങ്ങനെ പോകണം. അപ്പൊ നമ്മൾ സൃഷ്ടിക്കുന്ന കുറെ പ്രശ്നങ്ങളാണ് തോന്നുന്നത്. അതില് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവുന്ന കുറെ ബോധങ്ങളും പ്രശ്നങ്ങളും ഒക്കെ പരിഹരിക്കുക എന്നുള്ളത് ഇതില് പ്രധാനപ്പെട്ട ഘടകമാണ്. നമ്മളെന്താ അറിയോ, നമ്മുടെ ഒരു യങ്ങർ ജനറേഷനെ സംബന്ധിച്ചുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ തിയറി മാത്രമല്ല പ്രശ്നം. അപ്പൊ നമ്മുടെ കുടുംബത്തെ സംബന്ധിച്ച് നമ്മൾ ഒരുപാട് മനോഹരമായ സങ്കല്പങ്ങൾ ഉണ്ട്. സങ്കല്പം മാത്രമല്ല, നമ്മുടെ യാഥാർത്ഥ്യമാണ്. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇമോഷണൽ സപ്പോർട്ട് തരുന്നുണ്ട്. പക്ഷേ ഒരു ഇൻട്രൂഷൻ കുറച്ച് അധികമല്ലേ എന്നും കൂടെ നമ്മൾ ആലോചിക്കാവുന്നതാണ്. നമ്മൾ ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾക്ക് ആവശ്യമുള്ളിടത്ത് പറയുകയും ആവശ്യമില്ലാത്തിടത്ത് നമ്മളത് പറയുകയും പറയാതിരിക്കുകയും ചെയ്യുക എന്നുള്ള പ്രശ്നമുണ്ട്. ഒരു പ്രൈവസി ഒരു മനുഷ്യന്റെ ബേസിക് റൈറ്റ് ആണ്. ഇസ്ലാം ആകട്ടെ ഏത് ജീവിത സാഹചര്യങ്ങളാവട്ടെ അവിടെ പറഞ്ഞ മനുഷ്യന്റെ ബേസിക് റൈറ്റ് ആണ്. പക്ഷെ നമ്മുടെ കുടുംബഘടനകളിൽ പലപ്പോഴും സുരക്ഷിതത്വം നൽകാൻ എന്ന പേരിൽ ഈ ഒരു പ്രശ്നം, അത് പ്രൈവസിയിലേക്ക് വല്ലാതെ ആളുകൾ ഇൻട്രൂഡ് ചെയ്യുന്നു, പേഴ്സണൽ സ്പേസിലേക്ക് ഇൻട്രൂഡ് ചെയ്യുന്നു. ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ, റസൂൽ തന്നിട്ടുള്ള നിർദ്ദേശങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മക്കളുടെ മുറിയിൽ കയറുന്നതിനെ കുറിച്ച്, മാതാപിതാക്കളുടെ മുറിയിൽ തിരിച്ചു കയറുന്നതിനെ കുറിച്ച് ഒക്കെ റസൂൽ നൽകിയിട്ടുള്ള അനുവാദം ചോദിക്കണം എന്നൊക്കെ പറയുന്ന ഒരു പ്രൈവസി വളരെ പ്രധാനപ്പെട്ട. ഈ സ്നേഹപ്രകടനത്തിനും അത് ആവശ്യമാണ്. റസൂലിന്റെ മാതൃക നമ്മൾ പറയുമ്പോൾ അവര് വായിൽ ഭക്ഷണം വെച്ചു കൊടുക്കുന്നു, ഒന്നിച്ചു കുളിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇതിനൊക്കെ ഉള്ള ഒരു സാഹചര്യം നമ്മളെ സ്പേസ് ഇല്ലാത്ത പ്രൈവസി സ്പേസ് നിഷേധിക്കുന്നില്ല. ഇതിൽ വേറൊരു വശം എനിക്ക് തോന്നുന്നത്, ഇപ്പം നമ്മുടെ ഈ മൈ ബോഡി മൈ ചോയ്സ് എന്ന് പറഞ്ഞ ഒരു ആശയം, ഈ ഡിപ്പെൻഡബിൾ അല്ലാതിരിക്കുക എന്ന് പറയുന്നതിൻ്റെ പിന്നിൽ അങ്ങനത്തെ ഒരു ആശയം കൂടി വർക്കൗട്ട് ചെയ്യുന്നുണ്ട് യഥാർത്ഥത്തിൽ. നമ്മളിപ്പോൾ ഒരാൾ ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കുക. അപ്പോൾ റിസ്ക്ലെസ് ലൈഫ് എന്നുള്ളതാണ് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം. റിസ്ക് എടുക്കാൻ, ഈ റിസ്ക്ലെസ് ലൈഫുള്ള ആളുകളുടെ അടുത്താണ് അടുത്തൊരു ജനറേഷൻ വരുന്നത്. ആ ജനറേഷൻ എന്താവും, അങ്ങനെ നമ്മളൊരു ജനറേഷനെ ഏൽപ്പിക്കുന്നത് കുറഞ്ഞ റിസ്ക് എടുത്ത് ജീവിക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ആളുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ കുടുംബം എന്ന് പറയുന്ന ഈ പറഞ്ഞ എല്ലാ മെറ്റീരിയൽ ആയ കാര്യങ്ങൾ ഉണ്ടാകുന്നതോടെ തന്നെ ഉത്തരവാദിത്തം, റെസ്പോൺസിബിലിറ്റി വളരെ ധൈര്യപൂർവ്വം അഭിമുഖീകരിക്കേണ്ട ഒരാളായിരിക്കുമല്ലോ കുടുംബജീവിതത്തിലേക്ക് വന്ന ആണായാലും പെണ്ണായാലും. അതിപ്പോൾ ഇസ്ലാമും അവകാശങ്ങളെക്കുറിച്ച് പറയുമ്പോൾ തന്നെ പരസ്പരം ഉത്തരവാദിത്തങ്ങളും എന്ന് പ്രത്യേകം ഉണർത്തുകയും ആ ഉത്തരവാദിത്വം ത്യാഗം വളരെ മോശമാണ്. ഇപ്പൊ ഉദാഹരണമായിട്ട് ഇപ്പൊ സ്കൂളിൽ പോകുന്ന കുട്ടികൾ ഇങ്ങനെ എപ്പോഴും വണ്ടിക്ക് കൈ കാണിക്കുന്നത് കാണാം.
മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കിലോമീറ്റർ നടക്കുന്നതിന് ഒരാൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ അത് കഴിയാത്തൊരവസ്ഥയിലേക്ക് ആളുകൾ വരിക എന്ന് പറഞ്ഞാൽ അതൊരു മോശം പ്രവൃത്തിയായിട്ടല്ല. ഞാൻ പറഞ്ഞാൽ അത്രയും റിസ്ക് എടുക്കാൻ മുമ്പ് സ്കൂളിൽ പോയിരുന്ന ആളുകൾ ബസ്സിൽ തൂങ്ങി പിടിച്ച് പോകും, നടന്നു പോകും, ഇങ്ങനെ പല റിസ്ക് എടുത്തിട്ടാണല്ലോ പോയിരുന്നത്. അങ്ങനെ ആ റിസ്ക് എടുക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് വരിക എന്ന് പറയുന്നത് ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇസ്ലാം പറയുന്ന കുടുംബജീവിതത്തിൻ്റെ ഒരുപാട് ഫണ്ടമെൻ്റലായ കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളിലൊക്കെ വളരെ ത്യാഗം വളരെ അനിവാര്യമാണ്. ഇപ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ തർക്കം ഉപേക്ഷിക്കുന്നവന് സ്വർഗത്തിലൊരു ഉന്നത സ്ഥാനം ഞാൻ ഗ്യാരണ്ടിയാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അപ്പോൾ ഈ തർക്കം ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു വളരെ വലിയ റിസ്ക്കാണ്. നമ്മളൊരു 2 ലക്ഷം സംഭാവന കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരാൾക്കൊരു പണവും പറ്റാതെ സർവീസ് ചെയ്യുന്നതിനേക്കാൾ റിസ്ക്കാണ് ഒരാൾ സ്വന്തം അഭിപ്രായം ത്യജിക്കുക എന്ന് പറയും. അതിൽ ദാമ്പത്യത്തിൽ വലിയ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അതാണ് ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് റസൂൽ അങ്ങനെ പ്രത്യേകം സൂചിപ്പിക്കുക. ആ റിസ്ക്ലെസ് ലൈഫ് എന്ന് പറയുന്നതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ആശയങ്ങളോ തിയറികളോ അല്ലെങ്കിൽ ഡിപ്പെൻഡ് ആവാതെ ജീവിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു മെറ്റീരിയലായ ഒരു കാഴ്ചപ്പാടോ ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതില്ല. അല്ലാതെ ഈ നമ്മളിങ്ങനെ കാര്യങ്ങൾ നോക്കുമ്പോൾ തോന്നുന്നത് ഈ മൈ ബോഡി ഈസ് മൈ റൈറ്റ് എന്നൊക്കെ പറയുന്നതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് സമൂഹമല്ലല്ലോ ചെലവിന് തരുന്നത്, അങ്ങനെ ഒരു നോഷൻ സാധാരണ ഉണ്ടാകുന്നുണ്ട്. അതൊരു വളരെ ഫൂളിഷ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സമൂഹം അല്ലേ നമുക്ക് ചെലവിന് തരുന്നത്. ഖുർആൻ തന്നെ പറയുന്ന മാതിരി നിങ്ങൾ ഒന്നും അറിയാത്ത അവസ്ഥയിൽ ജനിച്ച് വീണ് കഴിഞ്ഞപ്പോൾ ആരാ നമ്മൾക്ക് വായില് വെള്ളമോ തേനോ മധുരോ എന്താ വെച്ചാൽ തൊട്ട് തന്നത് ആരാണ്? അത് ബാക്കി കൂടെ ഇരിക്കുന്ന ആളുകളൊക്കെ നമ്മളെ മൈൻഡ് ചെയ്യേണ്ടെന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുക? അപ്പോൾ വളരെ തെറ്റായ ഒരു പ്രിമൈസിൽ നിന്നുകൊണ്ട് ഒരു മെറ്റീരിയൽ ഗെയിനിലാണ് എല്ലാ സംഗതികളും ഉള്ളത് എന്ന ഒരു ധാരണ യഥാർത്ഥത്തിൽ നമ്മുടെ ദൈനംദിന ജീവിതം തന്നെ അതല്ല എന്ന് തെളിയിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ദാനം ഒരാളെയും ദരിദ്രനാക്കിയിട്ടില്ല, വിട്ടുവീഴ്ച ഒരാളെയും നിന്ദ്യനാക്കിയിട്ടില്ല എന്നൊക്കെ പറയുന്ന ഒരു അടിസ്ഥാനമുണ്ട്. ഈ അടിസ്ഥാനത്തിൽ നിന്നല്ലാതെ കാണുമ്പോൾ നമ്മളെപ്പോഴും ജീവിതം എന്ന് പറയുന്നത് 1+1=2 എന്ന് കണക്ക് കൂട്ടി അതിങ്ങനെ കണക്കാക്കി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു ജീവിത വീക്ഷണം ഉണ്ടല്ലോ, അതിൽ നിന്നുകൊണ്ടാണ് ഞാൻ, എൻ്റെ ശരീരം, എൻ്റെ അവകാശം എന്ന് പറയുന്ന ഒരു കാര്യം കിട്ടുന്നത്. നിങ്ങൾ ആലോചിച്ചൊക്കെ അപ്പം നമുക്ക് ഇവർക്ക് തന്നെ അറിയുന്നൊരു സംഗതിയാണ്. അപ്പം ഞാൻ ഒറ്റയ്ക്കൊരു സന്തോഷം എങ്ങനെ അത് അനുഭവിക്കുക? എത്ര നേരം വെച്ചാൽ ഞാനിങ്ങനെ അത് അനുഭവിക്കുക? ഞാനത് മറ്റൊരാളോട് ഷെയർ ചെയ്യും. അയാളും കൂടി എൻ്റെ സന്തോഷത്തിൽ പങ്കാളിയാവുമ്പോഴാണ് നമ്മുടെ ആ ഒരു ഷെയറിങ് കിട്ടുന്നത്. പക്ഷെ ആ ഷെയറിങ് കിട്ടുമ്പോൾ എന്തുണ്ടാവും? അതിന് ചില കോസ്റ്റ് സ്വാഭാവികമായും ഞാൻ കൊടുക്കേണ്ടി വരും. വേറൊരാളുണ്ടാകുമ്പോൾ അയാൾക്ക് അയാളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും. ഈ ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങൾ പോലും ചിലപ്പോൾ നമുക്ക് പ്രശ്നമായി തോന്നുന്നു. ചിലപ്പോൾ നമ്മുടെ ഫാമിലിയുടെ ഒരു അഡ്വാൻറ്റേജ് എന്നുള്ള പോലെ തന്നെ നമുക്ക് തോന്നാം. ഞാൻ നേരത്തെ പറഞ്ഞ ഇൻട്രൂഷൻ്റെ ഒരു അതർ സൈഡ് ഉണ്ട്. അപ്പം നമ്മൾക്ക് കൺസേൺ ഉണ്ടെങ്കിൽ എനിക്ക് ചിലപ്പോൾ അന്യനായിട്ടുള്ള ഒരാളോട് എന്ത് ചെയ്യാൻ പറ്റും? സിംപ്ലി അഭിപ്രായം പറഞ്ഞ് പോരാൻ പറ്റും. പക്ഷെ എൻ്റെ മക്കളോ സ്വന്തം ബന്ധുക്കളോ ആവുമ്പോൾ ഞാനാണ് അവരുടെ ഏറ്റവും വലിയ ഗുണകാംക്ഷി എന്ന് ഞാൻ വിചാരിക്കുന്നിടത്ത് എന്ത് ചെയ്യും? ഞാൻ വിചാരിക്കുന്ന പോലെ തന്നെ അവർ ചെയ്യട്ടെ എന്ന് ഞാൻ വിചാരിക്കും. അപ്പൊ ഡെമോക്രാറ്റിക് സ്പേസിനെ കുറിച്ച് അപ്പൊ സ്വാഭാവികമായിട്ടും അവിടേക്ക് ചിലപ്പോൾ ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ഞാൻ യൂസ് ചെയ്യും. പക്ഷെ അത് മറ്റേയാൾക്ക് ചിലപ്പോൾ എങ്ങനെ കാണാം? കണ്ടില്ലേ, അയാൾ എൻ്റെ ഡെമോക്രാറ്റിക് സ്പേസിൽ കയറി ബാപ്പ അത് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്താ പറയാ ഉമ്മ അത് ചെയ്യുന്നു എന്ന് പറയുന്നത് വേണമെങ്കിൽ ഒരു പ്രശ്നമാക്കാം. അവിടെയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിലെ കുടുംബസങ്കല്പത്തിൽ ബാപ്പ, ഉമ്മ, മാതാപിതാക്കൾ, മക്കൾ എന്നൊക്കെയുള്ള വ്യത്യസ്ത റോളുകളെ കുറിച്ച് ഇതിലിപ്പോ എന്താ വെച്ചാല് ഇപ്പൊ ഈ ഖുർആൻ പറഞ്ഞല്ലേ മവദ്ദത്ത് റഹ്മത്ത് എന്നുള്ളൊരു പദം പ്രയോഗിച്ചു. ശരിക്കും നമ്മൾ പലപ്പോഴും ഈ കുടുംബജീവിതത്തിൽ നിയമത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കും, ബാധ്യത, അവകാശം. ശരിക്കും ഈ 2 പദങ്ങളുടെ ഒരു പ്രത്യേകത, ഇത് നിയമം കൊണ്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന സാധനമല്ല. സ്നേഹം, കരുണ എന്നൊക്കെ പറയുന്നത് അത് ശരിക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഒരു റിയൽ ലൈഫിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് നിയമം വെച്ചുകൊണ്ട് മാത്രം, അവകാശങ്ങളുടെ ഭാഷയിൽ മാത്രം, അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങളുടെ ഭാഷയിൽ മാത്രമല്ല സംസാരിക്കാൻ കഴിയും. ഒരു കുടുംബജീവിതത്തിൽ കുറേ കൂടി അത് നമ്മൾ അണ്ടർസ്റ്റാൻഡിങ് എന്നൊക്കെ പറയും. ചിലപ്പോൾ ഈ വിവാഹത്തെ കുറിച്ചൊക്കെ അന്വേഷിക്കുമ്പോഴേ ക്യാമ്പസുകളിൽ പോകുമ്പോൾ കുട്ടികൾ ചോദിക്കാറുണ്ട്, ഈ രക്ഷിതാക്കളുടെ സമ്മതം ആവശ്യമുണ്ടോ വിവാഹത്തിന്? അപ്പൊ നമ്മളവരോട് പറയാറുണ്ട്, അത് നിയമഭാഷയിൽ മാത്രമല്ല ജീവിതം മുന്നോട്ട് പോകുന്നത്. നിയമഭാഷയിലാണെങ്കിൽ അതിനൊരു മറുപടി ഉണ്ട്. പക്ഷെ ജീവിതം നിയമം മാത്രമാണോ എന്നുള്ളതാണ് അതിന്റെ വിശദമായ നീതി ഉണ്ടാവുക എന്നുള്ളത് ഏറ്റവും പ്രധാനം. നമ്മളുടെ ഒരു സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്നുള്ളത് പലപ്പോഴും നമ്മൾ ഈ പ്രശ്ന പരിഹാരങ്ങൾ ഉണ്ടാവുമ്പോൾ ഈ സമാധാനം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പരിഹരിക്കും. പക്ഷെ ഈ സമാധാനം, നീതി ഇല്ലാത്ത സമാധാനം എന്ന് പറഞ്ഞാൽ കുറച്ച് ആൾക്കാരുടെ സമാധാനം മാത്രമേ കാര്യം. ശരിക്കും ഇസ്ലാം എന്നുള്ളത് നീതിയെ സ്ഥാപിച്ച് അതിലൂടെ സമാധാനം ഉണ്ടാവുക എന്നുള്ളൊരു രീതിയിലാണല്ലോ.
ഈ കുടുംബജീവിതത്തിലും നീതി വളരെ പ്രധാനമാണ്. അവിടെ പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഈ പറയുന്ന ഒരു സ്ത്രീയോടുള്ള അനീതി എന്ന് പറയുന്നത് പല രൂപത്തിലുണ്ട്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഏതോ രൂപത്തിലൊക്കെ നമ്മുടെ സമൂഹത്തിന്റെ ഒരു ഇതുണ്ട്. പറ്റാത്ത ജോലിക്ക് പോകണം, ഉന്നത വിദ്യാഭ്യാസത്തിന് പോകണമെന്ന് ആഗ്രഹിച്ച് അതിന് പോകാൻ കഴിയാതെ നിർബന്ധിതയായി വീട്ടിൽ കഴിയേണ്ടി വന്ന ഒരാളുടെ അവസ്ഥ ഒരിക്കലും ഒരു സുഹൃത്ത് വിവരിച്ചപ്പോൾ ഞാനായിട്ട് പറഞ്ഞു, വളരെ കഷ്ടമാണല്ലേ കാര്യം, ഇവരൊക്കെ കൂട്ടിലടക്കപ്പെട്ട കിളികൾ എന്ന് പറയുന്ന അവസ്ഥയിലാണ്. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, അത് നിങ്ങൾക്ക് തിരിയാത്തതുകൊണ്ടാണ്. അകപ്പെട്ട കിളികളല്ല, അവർ കൂട്ടിലകപ്പെട്ട സിംഹങ്ങളാണ് യഥാർത്ഥത്തിൽ അവർ. എന്ന് പറഞ്ഞാൽ ഈ രോഷവും ഈ ദേഷ്യവും ഒക്കെ മനസ്സിലൊതുക്കി നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെന്തുണ്ടാവും, ചില റിപ്പർക്കഷൻസ് സ്വാഭാവികമായിട്ടും വരും. അപ്പോൾ അതിനെ സഹായിക്കുന്ന രൂപത്തിലുള്ള പ്രചരണങ്ങളാണ് ചുറ്റും നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ലിബറലിസം പലപ്പോഴും ഇസ്ലാമിനെയാണ് അറ്റാക്ക് ചെയ്യുന്നത്. ഇസ്ലാമിൽ സ്ത്രീ സ്വാതന്ത്ര്യമില്ല, സ്ത്രീ അടിച്ചമർത്തപ്പെട്ടവളാണ്, അവൾ രണ്ടാം തരം എന്താണ് എന്നിട്ട് കുറേ ഉദാഹരണങ്ങൾ വെച്ചുകൊണ്ട് അവർ പറയും. അപ്പോൾ ഇത് കേൾക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നിലവിൽ നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു അവസ്ഥയും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട് അവരിതിൽ കുറേ ശരിയുണ്ട് എന്നുള്ള രീതിയിൽ എത്തുകയാണ്. ശരിക്കും ഇസ്ലാം വിഭാവനം ചെയ്യുന്ന ഒരു സാമൂഹിക ക്രമത്തിനകത്താണ് ഇസ്ലാമിൻ്റെ ഈ നിയമങ്ങളുടെ ഒരു മനോഹാരിത നമുക്ക് അനുഭവിക്കാനും കഴിയുള്ളൂ. ഇതല്ലാത്തൊരു സാഹചര്യത്തിൽ ഈ നിയമങ്ങളെ കൊണ്ടുപോയി മാത്രം വായിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ശരിക്ക് ഇപ്പോൾ വിശ്വാസികൾ എന്ന നിലക്ക് വിശ്വാസികൾ മനസ്സിലാക്കേണ്ട കുറേ ബോധ്യങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ പടച്ചോൻ്റെ നിയമമാണല്ലോ. പടച്ചോൻ്റെ നിയമം എന്ന് പറഞ്ഞാൽ അത് എല്ലാ കാലത്തും ഏറ്റവും ഫിറ്റായതാണ്. അതുപോലെ തന്നെ പടച്ചോൻ ഒരിക്കലും അനീതി ചെയ്യൂല, പടച്ചോന്റെ നിയമങ്ങളിൽ വിവേചനം ഉണ്ടാവില്ല എന്നൊരു അടിസ്ഥാന ബോധ്യത്തിൽ നിന്നിട്ടാണ് വിശ്വാസികൾ ഈ പറയുന്ന വിമർശനങ്ങളെയും കാര്യങ്ങളെയൊക്കെ നോക്കി കാണേണ്ടത്. ഇപ്പം എല്ലാവർക്കും ഇസ്ലാമിനെ ആഴത്തിൽ പഠിച്ചിട്ട് ബോധ്യമാവാന്നുള്ളതല്ലോ. ആ ചില അടിസ്ഥാന ബോധ്യങ്ങൾ ആദ്യം ഉണ്ടാവും. ആ ബോധ്യങ്ങളിൽ നിന്ന് തന്നെ ഇതിനെ മനസ്സിലാക്കാനും പഠിക്കാനൊക്കെ ശ്രമിക്കുന്ന ഒരു രീതിശാസ്ത്രം കൂടി ഇതിൽ പ്രധാനമാണെന്ന് തോന്നുന്നു. ഇതിന്റെ ഇത്തരം നീതിയെ കുറിച്ച് പറഞ്ഞപ്പോഴേ, ഇപ്പോൾ ഒരാള് മക്കൾക്കിടയിൽ കാണിക്കുന്ന അനീതിയാണ് ഏറ്റവും വലിയ അനീതി എന്ന് പറഞ്ഞപ്പോൾ ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് 2 കുട്ടികൾ വരിക. 2 കുട്ടികൾ വന്നിട്ട് അവരെന്തോ വരച്ചതോ എഴുതിയതായ കാര്യങ്ങൾ കാണിച്ചപ്പോൾ ഇത് സൂക്ഷ്മമായി അലി റളിയല്ലാഹു അൻഹു വീക്ഷിക്കുന്നുണ്ട്. ഹസൻ, നീ കുട്ടികൾക്കിടയിൽ നീതിപൂർവ്വം തീരുമാനം കൽപ്പിക്കുക, ഇത് കൽപ്പിക്കുക, കുട്ടികളോട് ചെയ്യുന്ന അനീതി വലിയ അക്രമമാണ്. അപ്പം അത് രക്ഷിതാക്കൾക്കിടയിൽ ഇപ്പം നമ്മുടെ ഉദാഹരണമായിട്ട് നമ്മുടെ ഈ ലേറ്റ് മാരേജ് ലേറ്റ് ക്യാരേജ് എന്നുള്ളൊരു മുദ്രാവാക്യം വരാനുള്ള കാരണം അത് ഈ മറ്റു ആശയങ്ങളുടെ സ്വാധീനം അതിലുണ്ടാവാം. അതേസമയം നമ്മുടെ സമൂഹത്തിൽ നമ്മൾ വിഭാവനം ചെയ്യുന്ന കുടുംബം എത്രത്തോളം വുമൻസ് ഫ്രണ്ട്ലിയാണ്, അതുപോലെ ചൈൽഡ് ഫ്രണ്ട്ലി ആണെന്നൊക്കെ പരിശോധിച്ചാൽ അതും കുറെ കറക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഉദാഹരണം, എനിക്ക് ദാമ്പത്യ ജീവിതം നയിച്ചുകൊണ്ട് തന്നെ പഠിക്കാം, അങ്ങനെ തന്നെ ജോലിക്ക് പോകാം, അങ്ങനെ കുട്ടികൾ ഉണ്ടാവുന്നു, അങ്ങനെ അതുപോലെ തന്നെ മറ്റു ആളുകളുടെ സപ്പോർട്ട് ലഭിക്കുന്നു. ഇങ്ങനൊരു അന്തരീക്ഷം പൊതുവെ നമ്മുടെ സമൂഹത്തിൽ കുറയുന്നതിൻ്റെ കൂടി കാരണമായിരിക്കും ഇത്തരം മുദ്രാവാക്യങ്ങൾ മുഴക്കാം. അതേസമയം ഇത്തരം ആശയങ്ങൾ അതിൽ വർക്ക് ചെയ്യുന്നുണ്ട്, നമ്മൾ നിഷേധിക്കുന്നില്ല. പഠനം ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വിവാഹം എന്ന് പറയുമ്പോൾ ഈ പ്രശ്നം വരുന്നുണ്ട്, വളരെ കുറഞ്ഞ കുട്ടികളിലേക്ക് എത്താണ്. അതെ അതെ, ഒരു 30 വയസ്സിനപ്പുറം ഒരു സ്ത്രീക്ക് പ്രസവിക്കാന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന അല്ല, ഈ പഠനം കഴിഞ്ഞ് വിവാഹം എന്നുള്ളത് യഥാർത്ഥത്തിൽ ആലോചിക്കുമ്പോൾ ഏതാണ് കഴിയൽ എന്ന് പലപ്പോഴും ഞാൻ വിദ്യാർത്ഥികളോടൊന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഡിഗ്രി ആണോ, PG ആണോ, അല്ല നിങ്ങൾ PhD ആണോ? അപ്പോൾ അവർ പറയും യഥാർത്ഥത്തിൽ എത്രത്തോളം വൈകിപ്പിക്കാം എന്നുള്ളതിന്റെ ആലോചനയ്ക്ക് അവർക്ക് പറയാവുന്ന ഒരു കാരണം ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, മോളെ ഞാനോ പെട്ടു, നീ കുടുങ്ങണ്ട. ആണുങ്ങളുടെ കാര്യത്തിലും പറയും, എടാ ഫ്രീഡം മുഴുവൻ പോകട്ടോ എന്നുള്ള ഒരു നോഷനിൽ നിന്നാണ് അവർക്ക് കിട്ടുന്നത്. അല്ലാതെ വിവാഹം കഴിഞ്ഞ ഒരാൾ വന്നിട്ട് ഓ നല്ലൊരു കാര്യം കേട്ടോ, എത്രയും പെട്ടെന്ന് കല്യാണം കഴിച്ചു വന്ന് നമ്മുടെ മറ്റേ ആളുകളുടെ സർക്കിളുകൾ തമാശയായിട്ട് അല്ലാതെ സീരിയസ് ആയിട്ട് എത്ര പേര് പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും പറയാറില്ല എന്നുള്ളതാണ്. അതിന് പെണ്ണ് കെട്ടിയാൽ കാല് കെട്ടി എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള പല പ്രയോഗം അതിപ്പോ ഒരു ലിബറൽ കാലത്ത് ഉണ്ടായതല്ല. നമ്മൾ അങ്ങനെ വേണം മനസ്സിലാക്കുക. നമ്മളെപ്പോഴും പറയുമ്പോൾ നമ്മൾ പറയുന്നത് വെച്ചാൽ ഇപ്പോഴത്തെ കാലത്ത് പ്രത്യേകമായ പ്രശ്നങ്ങൾ ഉണ്ട്, ഷെയർ ചെയ്യപ്പെടുന്നു, എല്ലാം ഷെയർ ചെയ്യപ്പെടുന്നു, ഒരാൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഷെയർ ചെയ്യപ്പെടുന്നു, അത് ആളുകൾക്ക് വായിക്കാൻ പറ്റുന്ന അന്തരീക്ഷം ഉണ്ടാവുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ഈ വീട്ടിനകത്തുള്ള നീതിയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഈ ആ ഹദീസിൽ വളരെ കൃത്യമായിട്ട് തന്നെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണ്ടല്ലോ, പെൺകുട്ടികളോ ആൺകുട്ടികളോ ഉണ്ടായാൽ നിങ്ങൾ പെൺകുട്ടിക്ക്
അല്ലെങ്കിൽ ആൺകുട്ടിക്ക് പെൺകുട്ടിയേക്കാൾ മുൻഗണന കൊടുക്കാതെ വളർത്തുക എന്ന വാക്ക് തന്നെ പ്രയോഗിക്കണ്ടായില്ല. അതിൽ ഇപ്പോൾ നമ്മൾ വളർത്തുന്നതിലും പലപ്പോഴും വിവേചനങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇപ്പോഴത്തെ തലമുറയിലെ കുട്ടികളൊക്കെ അത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്ത് ചോദിക്കും ചെയ്യും കുട്ടികൾ, കാരണം എന്താ അവനോട് പറയാത്തെന്ന് ചോദിക്കും. അപ്പൊ ചിലതിലൊക്കെ നമുക്ക് അങ്ങനെ ഇപ്പൊ എല്ലാത്തിലും ഈക്വൽ അല്ല എന്ന് നമുക്കറിയാം. എന്നാൽ അതേസമയം ചില കാര്യങ്ങളിലൊക്കെ നമ്മളും ശ്രദ്ധിക്കേണ്ടി വരും. ഇപ്പൊ നമ്മൾ പറയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വീട്ടിലെ ജോലികളൊക്കെ ചെയ്തിരുന്നു. ശരിക്കും അതൊരു സുന്നത്താണല്ലോ, അല്ലാണ്ട് റസൂല് വീട്ടിലെ ജോലി ചെയ്യുക. അപ്പോൾ ശരിക്കും നമ്മുടെ വീട്ടിൽ ഒരു പെൺകുട്ടി വളർന്നു വരുമ്പോൾ ഒരു ഹൈസ്കൂളൊക്കെ എത്തുമ്പോൾ നമ്മൾ പറയും ആ പാത്രം കഴുകിയേക്ക്, അത് അടിച്ചു വരും എന്നൊക്കെ പറയും. പക്ഷെ നമ്മളൊരു ആൺകുട്ടിയോട് പലപ്പോഴും അങ്ങനെ പറയില്ല. ശരിക്ക് ഇത് ആൺകുട്ടിയെ കൂടി പരിശീലിപ്പിക്കേണ്ട ഒരു കാര്യമാണല്ലോ. കാരണം ആൺകുട്ടി വളർന്ന് വലുതായ ഒരു കുടുംബജീവിതത്തിലൊക്കെ എത്തുമ്പോൾ ഇത് ഞാനും കൂടി ഇതിൽ ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ ആ ചെയ്യുന്ന പണി ഒരു പണിയാണെന്ന് തോന്നണമല്ലോ. എനിക്കെന്താ അവിടെ പണി എന്നുള്ള ചോദ്യങ്ങൾ പലപ്പോഴും കുടുംബജീവിതത്തിൽ കേൾക്കുന്നത് ഇതൊന്നൊരു പണിയായിട്ട് ആളുകൾക്ക് മനസ്സിലാവാത്തത് കൊണ്ട് കൂടിയാണ്. പക്ഷെ അതൊക്കെ ചെയ്ത് ശീലമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു വാല്യൂ അതൊക്കെ മനസ്സിലാവും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മാതാപിതാക്കൾ ശരിക്കും മക്കളെ വളർത്തുമ്പോഴും ഈ പറയുന്നൊരു കാര്യം കൂടി, ഇസ്ലാമിക കൺസെപ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം കൂടി വെച്ചിട്ട് ഉള്ള കാര്യങ്ങൾ കൂടി അതിൽ പ്രധാനമാണ്. ഈ ഇസ്ലാമിക കൺസെപ്റ്റ് പറയുമ്പോഴേ പുരുഷന്റെ കൈകാര്യാധികാരം എന്ന് പറയുന്ന ഒരു സംഗതിയാണല്ലോ പലപ്പോഴും എടുത്തിടപ്പെടുന്നതും, അല്ലെങ്കിൽ അതിൻ്റെ പ്രയോഗങ്ങളിൽ വരുന്ന ഒരു കാര്യം പലപ്പോഴും അനുഭവങ്ങളിൽ വരുമ്പോൾ ഒരു സ്ത്രീ വിരുദ്ധമാകുന്നു എന്നുള്ള ഒരു തോന്നൽ മാത്രമല്ല, പലപ്പോഴും കുടുംബങ്ങളിൽ അനുഭവം ഉണ്ടാകുന്നുണ്ട്. നേരത്തെ മക്കളെ കാര്യത്തിൽ പറഞ്ഞതുപോലെ തന്നെയാണ്. മക്കളെ കാര്യത്തിൽ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ആ ഒരു അംബീഷൻസ് അടിച്ചേൽപ്പിക്കാനുള്ള ഒരു പദമായിട്ട് അതിനെ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ അധികാരമായിട്ട് അതിനെ മാറ്റുന്നു. ശരിക്ക് അമ്രുഹും ഷൂറ ബൈനഹും ഷാവിറുഹും ഫില്ലം, ഷാവിറുഹും ഫില്ലംർ എന്ന് പറയുന്ന കാര്യം തന്നെ ദാമ്പത്യ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് ഇറങ്ങണം. കൂടിയാലോചന, പരസ്പര സഹകരണം, അതുപോലെ വിട്ടുവീഴ്ച, ഇങ്ങനെ ഒരുപാട് മൂല്യം. ഇപ്പോൾ 3 കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ എടുത്തു പറഞ്ഞ കളവ് പറയാതിരിക്കുക, വിട്ടുവീഴ്ച ചെയ്യുക, തർക്കിക്കാതിരിക്കുക എന്ന കാര്യങ്ങൾ വളരെ. ഇപ്പോൾ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ നമ്മൾ വിവാഹത്തെക്കുറിച്ചുള്ള ഒരു മുൻവിധി തന്നെ പറയുന്നത് ആളുകളുടെ സ്വാതന്ത്ര്യത്തെ അത് തടയിട്ടു എന്നുള്ളതാണ്. പക്ഷെ ഖുർആൻ പറയുന്നത് ലി തസ്കുനു ഇലൈഹ, അതോടുകൂടി നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവും, സ്വസ്ഥത ഉണ്ടാവും, ദീനിൻ്റെ നല്ലൊരു ഭാഗം പൂർത്തീകരിക്കും. അപ്പോൾ ഈ മസ്കൻ, ദാറ്, ബൈത്ത്, മൻസിൽ ഇങ്ങനെയുള്ള പദപ്രയോഗങ്ങൾ, സൗജ്, സൗജത്ത് തുടങ്ങിയ ഭയങ്കര ഒരു സപ്പോർട്ടിങ് സിസ്റ്റമാണല്ലോ യഥാർത്ഥത്തിൽ നൽകുന്നത്. ഇപ്പം നിക്കാഹിന് തന്നെ അറബി ഭാഷയിലൊരു അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഒരു ചെടി നമ്മൾ പറിച്ചിട്ട് വേറെ സ്ഥലത്ത് കൊണ്ടുപോയി അത് ഉറപ്പിക്കുക എന്ന്, നക്കഹ എന്നുള്ള പദത്തിനാണ് നിക്കാഹ് ഉണ്ടാവുന്നത്. അപ്പം ഇതിലോരോ പദപ്രയോഗങ്ങൾ പോലും യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ഒരു സൗന്ദര്യമുള്ള ജീവിതത്തെയാണ് അടയാളപ്പെടുത്തുന്നത്. ലി തസ്കുനു ഇലൈഹ എന്ന് പറഞ്ഞ ശരിക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ് അതിന്റെ മുമ്പ് പറയുന്നത്. നമ്മൾ പരസ്പരം മനസ്സിലാക്കുക, മിന്നംഫുസിക്കും എന്ന് പറഞ്ഞിട്ടാണല്ലോ ലി തസ്കുനു ഇലൈഹ എന്ന്. അത് യഥാർത്ഥത്തിൽ ഈ അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെയാണ് നമ്മൾ സമാധാനം ഉണ്ടാവുക, ഈ ഷെയറിങ് ഉണ്ടാവുക, കൂടിയാലോചന ഉണ്ടാവുക. നേരത്തെ സമാൻ സാഹിബ് പറഞ്ഞതുപോലെ ഈ ഇസ്ലാം ഫണ്ടമെന്റലായിട്ട് പറഞ്ഞ പല കാര്യങ്ങളും നമ്മുടെ കുടുംബജീവിതത്തിൽ പലപ്പോഴും പ്രാക്ടിക്കൽ ആവുന്നില്ല. പാരന്റിങ്, റോങ് പാരന്റിങ് വരുന്നു. അതുപോലെ തന്നെ ലീഡർഷിപ്പ് എന്ന് പറയുന്ന ആളുകളുടെ ഒരു ടീം സ്പിരിറ്റിൽ നയിക്കുക എന്നുള്ള ലീഡർഷിപ്പിന്റെ റോള്, അല്ലാതെ ആളുകളെ അടിച്ചമർത്തുക, താല്പര്യങ്ങൾ ഈ 2 വർഷം പരിഗണിക്കാത്തതിന്റെ വലിയ പ്രശ്നമുണ്ട്. ഇപ്പോൾ അടുത്ത ഒരാള് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അവളുടെ ഉമ്മ അസുഖമാണ്, ഒരു പെണ്ണിന്റെ ഉമ്മ അസുഖമാണ്, പക്ഷെ ഭർത്താവ് അനുവദിക്കുന്നില്ല ഉമ്മന്റെ അടുത്ത് പോവാൻ. അപ്പോൾ അതിന് ഇസ്ലാമിക ന്യായം പറയാണ് ഭർത്താവിന്റെ അനുവാദം അല്ലാതെ ഭാര്യക്ക് പോകാൻ പറ്റില്ല, അതാണ് ഇസ്ലാമിക ഇത്. അതുകൊണ്ട് അവൾ അനുവദിക്കുന്നില്ല. ഇസ്ലാമിൽ എന്ത് മാതാപിതാക്കളായിട്ടുള്ള ബന്ധമാണ് ഈ പറയുന്നതെന്ന് ചോദിച്ചു. അപ്പൊ ഇതിന്റെ ഒരു വശം മാത്രം നോക്കിയിട്ടാണ്. ഇപ്പോൾ സ്ത്രീയോട് അങ്ങനെ പറയുമ്പോൾ തന്നെ പുരുഷനോട് ഇസ്ലാം പറഞ്ഞ കുറേ കാര്യം ഉണ്ടല്ലോ. ഈ ഷവസേ പറഞ്ഞ പോലെ ആഷിറുഹുന്ന ബിൽ മാറൂഫ്, ഏറ്റവും നല്ല രീതിയിൽ അവരോട് ഇടപഴകണം, ഏറ്റവും നല്ല സ്വഭാവം കാണിക്കണം. അപ്പൊ ഏറ്റവും നല്ല സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താ, അവളുടെ ഉമ്മാനെ പരിഗണിക്കാനും അവരെ പരിചരിക്കാനുള്ള ഒരു അവകാശം കൊടുക്കുക എന്ന് പറയുന്നത് അവരോടുള്ള ഏറ്റവും നല്ലൊരു പെരുമാറ്റത്തിന് ഏറ്റവും വലിയ ബിറാണല്ലോ അത്. അപ്പൊ ആ വശം പരിഗണിക്കാതെ ഇത് മാത്രം വെച്ചിട്ട് സ്ത്രീയോട് കൽപ്പിച്ച കാര്യങ്ങൾ മാത്രം വെച്ചിട്ട് കാര്യങ്ങൾ കാണുമ്പോഴൊരു പ്രശ്നമുണ്ട്. അപ്പുറം രണ്ടും കൂടി ചേർത്ത് വെക്കുമ്പോഴാണ് അതിൻ്റെ ഒരു നന്മ ഉണ്ടാവുക. അപ്പോൾ സ്ത്രീയോട് ഏറ്റവും നന്നായി പെരുമാറുന്നതിന്റെ ഭാഗമാണ് അവളുടെ വീട്ടിലേക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ അവൾക്ക് പോകാനുള്ള സാഹചര്യം ഒരുക്കുന്നതും അവളുടെ ഉമ്മാനെ പരിചരിക്കാനുള്ള. അപ്പോൾ ഇത് കാണാതെ പുരുഷന്റെ അനുവാദം വേണം. അപ്പൊ ഇസ്ലാമിൽ അടിച്ചമർത്തലാണ്. ഈ 2 വശവും എന്ന് പറയുന്നത് അതിൽ പ്രധാനമാണെന്ന് തോന്നുന്നു. ഈ 2 വശത്തിലും എനിക്ക് തോന്നിയ ഒരു കാര്യം, ചെറിയൊരു ഇംബാലൻസ് നമ്മളുടെയൊക്കെ നോഷനിൽ ഉണ്ടായി പോകാറുണ്ടോ എന്ന് ചിലപ്പോൾ തോന്നാറുണ്ട്. അതല്ലേ ഇപ്പോൾ നമ്മൾ ഈ പുതിയ കാലത്ത് വന്നിട്ടുള്ള മാറ്റങ്ങളിൽ സ്ത്രീകൾ പഠിക്കുന്നു, ജോലിക്ക് പോകുന്നു, മുമ്പതൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഫാമിലി വളരെ സേഫായിരുന്നു എന്നൊരു നോഷനിൽ നമ്മൾ പലപ്പോഴും സംസാരിക്കാറുണ്ട്. പക്ഷെ തിരിച്ച്
ഈ പുരുഷൻ്റെ പ്രസൻസ് എത്രത്തോളം കുടുംബത്തിൽ ഉണ്ടാവണം എന്നുള്ളത് വേണ്ട അളവിൽ ചർച്ചയാവാറുണ്ടോ? അപ്പോൾ ബാപ്പാക്ക് ഒരിക്കലും ഉമ്മയാകാൻ കഴിയില്ല, ഉമ്മക്ക് ഒരിക്കലും ബാപ്പാകാൻ കഴിയില്ല. രണ്ടുപേരും കൂടിയാണ് നോർമലി ഒരു കുടുംബത്തെ വളർത്തേണ്ടത്. ഞാൻ എൻ്റെ ഒരു അധ്യാപന ജീവിതത്തിലേക്കുള്ള പല എക്സ്പീരിയൻസും വെച്ച് നോക്കുമ്പോൾ പലപ്പോഴും കുട്ടികളുടെയൊക്കെ വിഷയങ്ങളുണ്ടായി ഇത് കാണുമ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ മനസ്സിലാവുന്നത് ഈ വേണ്ട സമയത്ത് ഈ ബാപ്പമാരുടെ പ്രസൻസ്, ഉപ്പമാരുടെ പ്രസൻസ് ഇല്ലാതെ പോയതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയി നമ്മൾ എടുക്കും. എന്നാൽ ബാപ്പാക്ക് ഗൾഫ് പോകണമല്ലോ, അല്ലെങ്കിൽ ജോലിക്ക് വേറെ സ്ഥലത്ത് പോകണമല്ലോ, അദ്ദേഹം 2-3 കൊല്ലം വിട്ടു നിന്നാലും പ്രശ്നമില്ല. അതേസമയം സ്ത്രീകളുടേതാവുമ്പോൾ ഫുൾ ടൈം വേണം. ഇത് അവർക്ക് നൽകുന്നൊരു ഇരട്ടി ഭാരമുണ്ട് പലപ്പോഴും. ഈ സിംഗിൾ മദർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ അമേരിക്കൻ കോണ്ടെക്സ്റ്റിലുള്ള സിംഗിൾ മദർഹുഡ് അല്ല, പക്ഷേ പ്രാക്ടിക്കലി അങ്ങനെ സിംഗിൾ പാരന്റിങ് നമ്മളുടെ ഇവിടെ നടക്കുന്ന ഒരു വിഷയമുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് മാത്രം പ്രശ്നമാവുകയും മറ്റത് പ്രശ്നമാകാതിരിക്കുകയും ചെയ്യുന്ന ഒരു കാര്യം പലപ്പോഴും ഉണ്ടാകുന്നുണ്ടോ എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇരട്ടി ഭാരം വരുന്നത് എവിടെയാണ്? എന്നിട്ട് അവസാനം ഇതിൻ്റെയൊക്കെ ക്ഷോഭം കേൾക്കേണ്ടി വരുന്നത് ആരാണ് എന്നൊക്കെ അന്വേഷിക്കുമ്പോൾ ഈ പറയുന്ന തിയറിക്ക് അപ്പുറത്ത് പലപ്പോഴും അതൊരു സ്ത്രീ വിരുദ്ധ പ്രശ്നമായി വരുന്നില്ലേ എന്ന് ആലോചിക്കേണ്ടതുണ്ട്. അതിൽ ഉദാഹരണം 360 പെർസ്പെക്റ്റീവിലാണ് പടച്ചോൻ്റെ നിയമം ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ വിവാഹം, അനന്തരാവകാശം, അതുപോലെ തന്നെ കുടുംബജീവിതം, കുടുംബത്തിലോരോ മൂല്യങ്ങൾ, ഇത് നേരത്തെ ഷുഹൈബ് സൂചിപ്പിച്ച പോലെ നമ്മളെ ഒരു മനുഷ്യൻ്റെ ദൗത്യം എങ്ങനെയാവണം എന്നതിനെ കൂടി കണ്ടിട്ടാണ് കുടുംബത്തെ പോലും പടച്ച റബ്ബ് ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക. ആ 360 പെർസ്പെക്റ്റീവിൽ ഇത് മനസ്സിലാക്കാതിരിക്കുമ്പോൾ ഫ്രീഡം, ചോയ്സ്, അതുപോലെ തന്നെ നമ്മുടെ ഏൽപ്പിച്ച അവകാശങ്ങളും അധികാരങ്ങളെക്കുറിച്ചുള്ള തെറ്റായ ധാരണകൾ, റോങ് പാരൻറ്റിങ്, ഇതൊക്കെ വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ കുട്ടികളോടുള്ളത്, ഭാര്യയോടുള്ളത്, ഭർത്താവിനോടുള്ളത്, ഉപ്പാനോട് ഉമ്മാനോടുള്ളത് വളരെ വ്യക്തമായിട്ട് ഓരോരുത്തരെ വിളിച്ചിട്ട് പറഞ്ഞിട്ട് അള്ളാഹു അനിഷ്കുർലി വലിവാലിദയ്യ, അള്ളാഹിനെ പറഞ്ഞതിന് ശേഷം മാതാപിതാക്കൾക്ക്, ഇപ്പോൾ മാതാപിതാക്കളെ നോക്കൂന്ന് ഖുർആൻ പറയണില്ല, വബിൽ വാലിദൈനി ഇഹ്സാന, എൻ്റെ മാക്സിമം എഫേർട്ടിൽ അത്രയാണ് നോക്കേണ്ടത്. അതാണ് ഇഹ്സാൻ, പെർഫെക്ഷൻ എന്ന് പറയുന്നത്. ഏറ്റവും നല്ല ബെസ്റ്റ് നമ്മൾ ക്യാമ്പസിൽ പറയുന്നത്, റസൂൽ പറഞ്ഞ ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ കുടുംബത്തിൽ ഏറ്റവും നന്നായി പെരുമാറുന്ന ആളാണ് എൻ്റെ സമൂഹത്തിൽ ഏറ്റവും ഉത്തമൻ എന്നാണ് വസിയത്തായിട്ട് തന്നെ സമൂഹത്തെ കൽപ്പിച്ചത്. അപ്പോൾ ഈ നമ്മൾ തുടങ്ങിയപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഈ ഇസ്ലാമിൻ്റെ ഒരു കുടുംബസങ്കല്പത്തിൻ്റെ 2 ഭാഗങ്ങൾ ഇതിനുണ്ട്. ഒന്ന് ഈ ആശയങ്ങളും ചിന്താഗതികളും വന്നതോടുകൂടി ഉണ്ടാവുന്ന തെറ്റായ ധാരണകളിലൂടെ രൂപപ്പെടുന്ന ഒരു ഭയം, ആദി, അതുപോലെ തന്നെ ഇതിനെ വിമർശിക്കാനുള്ള ത്വര. മറ്റേ ഇതിൻ്റെ ഇംപ്ലിമെൻ്റ് ചെയ്തിടത്ത് നമുക്ക് സമൂഹത്തിനൊക്കെ പറ്റിയ ചില തകരാറുകൾ, ഇസ്ലാമിൻ്റെ ആ സൗന്ദര്യത്തോടു കൂടി ഇതിനെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടായി. അങ്ങനെ ആ സൗന്ദര്യത്തിൽ ഇതിനെ മനസ്സിലാക്കുകയും മനുഷ്യൻ്റെ ഒരു നീഡായി, ബേസിക് നീഡായി ഇതിനെ ഉൾക്കൊള്ളുകയും ചെയ്യുമ്പോഴാണ് ഇതിനൊരു പരിഹാരം ഉണ്ടാവുക. ഖുർആൻ വളരെ വ്യക്തമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.